അപ്പോൾ ഇത് നമ്മൾ കാണുന്ന നമ്മുടെ രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഇത് തന്നെയാണ്. സാമൂഹ്യ പ്രവർത്തകർ അല്ലെങ്കിൽ അത്രയും ആത്മാർത്ഥതയുള്ള ടീച്ചർമാർ അപ്പം അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ശരിക്കും നമ്മുടെ രാജ്യത്തെ പെൺകുട്ടികൾ അപ്പം അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ശരിക്കും നമ്മുടെ രാജ്യത്തെ പെൺകുട്ടികൾ. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, ഇതൊരു അപശകുനമാണ്. സാർ നമസ്കാരം, സമയമായി എന്ന ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. അപ്പം സാറിനെ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി സാർ ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാവോ? തീർച്ചയായിട്ടും. എൻ്റെ പേര് ബിജു ബി പി എന്നാണ്. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. 25 വർഷം ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ എല്ലാ വർഷവും ചെറിയ ചെറിയ യാത്രകൾ പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. 10 ദിവസം അല്ലെങ്കിൽ 20 ദിവസമൊക്കെ യാത്രകൾ പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ യാത്രകൾ പോകുന്ന സമയത്താണ് എനിക്കൊരു ആഗ്രഹം ഉണ്ടായത്, ഇന്ത്യ മുഴുവൻ ഒന്ന് സഞ്ചരിച്ച് കാണണം എന്നുള്ളൊരു ആഗ്രഹം. അതിനുശേഷം ഞാൻ എൻ്റെ യാത്ര ഇന്ത്യ മുഴുവനുള്ളൊരു യാത്ര പ്ലാൻ ചെയ്തു. അങ്ങനെ ജനുവരി 1, 2024 ഞാൻ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ആരംഭിച്ച് 666 ദിവസം 22 മാസം കൃത്യം 22 മാസം എടുത്ത് യാത്ര വീണ്ടും തിരുവനന്തപുരത്ത് തന്നെ പൂർത്തിയാക്കി ഒക്ടോബർ 27, 2025 യാത്ര അവസാനിപ്പിച്ചു. അപ്പോൾ ഇതാണ് എന്നെപ്പറ്റി ചെറുതായിട്ടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. സോ സാർ ഒരു ബാങ്കിങ് മേഖലയിലുള്ള ആളെന്ന് പറയാനാണോ ഒരു ട്രാവലർ എന്ന് പറയാനാണോ സാറിന് താല്പര്യം? ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്തിട്ട് യാത്ര ഇഷ്ടപ്പെടുകയും ഒരു ട്രാവലർ എന്നുള്ള നിലയിൽ ഇപ്പം മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് രണ്ടിനും അപ്പുറമായിട്ട് ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ട്രാവലർ. അങ്ങനെ അറിയപ്പെടാനും അല്ലെങ്കിൽ അങ്ങനെ അഭിസംബോധന ചെയ്യാനുമായിരിക്കും ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഓക്കെ സാർ. അപ്പോൾ അടുത്തൊരു ചോദ്യം. യാത്രയുടെ ലക്ഷ്യം വളരെ വലുതാണ്. ഒരു മലയാളി എന്ന നിലയിൽ സ്വന്തം നാട് വിട്ട് ഇന്ത്യയിലുടനീളം ബുള്ളറ്റിൽ സഞ്ചരിക്കാൻ തീരുമാനിച്ച ആ നിമിഷത്തെക്കുറിച്ച് സാർ ഒന്ന് പറയാം. അതെ, ഇത് ഞാൻ യാത്ര ചെയ്യാൻ ഒറ്റയ്ക്കാണ്. ഞാനൊരു സോളോ യാത്രയാണ് ചെയ്തത്. ഈ 666 ദിവസം സോളോ യാത്രയായിരുന്നു ഒറ്റയ്ക്ക് ബുള്ളറ്റിൽ. എൻ്റെ ബുള്ളറ്റ് ഒരു റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡ് 500 എന്നുള്ള ബുള്ളറ്റാണ്. ഇപ്പോൾ ആ വണ്ടിക്ക് 10 വർഷം പഴക്കവുമായി. അപ്പോൾ ഇതിൽ യാത്ര ചെയ്യാനായിട്ട് ഉള്ളൊരു ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സോളോ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ പൊതുവെ ആൾക്കാരുമായിട്ട്, ജനങ്ങളുമായിട്ട്, അവിടുത്തെ പ്രദേശവാസികളുമായിട്ട് സംസാരിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവണം. അപ്പോൾ സോളോ യാത്രയിൽ അങ്ങനെ ജനങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ടൊരു വിഷയം നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം അതാണ്, ഈ പെൺകുട്ടികളുടെ ശാക്തീകരണം. ആ ഒരു വിഷയമായിരിക്കും ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു വിഷയം എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തത്. അപ്പോൾ പെൺകുട്ടികളുടെ ശാക്തീകരണം വിദ്യാഭ്യാസത്തിലൂടെ ഈ ഒരു വിഷയമാണ് ഞാൻ എടുത്തത്. ഇതിനൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇന്ന് ഒരു സാമൂഹ്യ പ്രശ്നം നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിൽ ഏറ്റവും കൂടുതൽ ആ പ്രശ്നം നേരിടുന്ന അല്ലെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത് പെൺകുട്ടികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്തപ്പോൾ ഈ ഒരു വിഷയം എടുക്കാമെന്ന് തീരുമാനിച്ചു. സാറിൻ്റെ യാത്രയും സോഷ്യൽ കോസും എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റി? അതായത് ആൾക്കാരിലുള്ള പ്രതികരണം. അതെ, ഞാൻ ഇപ്പോൾ പറഞ്ഞ അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനൊരു വിഷയം എടുത്ത് ഞാൻ സ്കൂളുകളിലും കോളേജുകളിലും ഗ്രാമങ്ങളിലും അതുപോലെ മറ്റ് സാമൂഹ്യ സംഘടനകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ ഏകദേശം 500ഓളം സ്ഥാപനങ്ങളിൽ ഞാൻ വിദ്യാർത്ഥികളുമായിട്ട് സംസാരിച്ചു. ഏകദേശം 50,000-ന് മുകളിൽ ആൾക്കാരുമായിട്ട് ഞാൻ ഈ ഒരു യാത്രയിൽ ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ കാണുന്ന നമ്മുടെ രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഇത് തന്നെയാണ്. നമ്മൾ പല വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാലും പെൺകുട്ടികൾക്ക് ആ ഒരു ശാക്തീകരണം ഇല്ലായ്മ
അത് ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ്. ഞാനതിനൊരു ചെറിയൊരു ഉദാഹരണം കൂടെ പറയാം. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്, ഒരു സ്കീമാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. അപ്പോൾ ഇത് നമ്മുടെ സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞ ആ ഒരു പദ്ധതി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന, മനസ്സിലാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്കീമിനെ പറ്റിയും ഞാൻ യാത്രയ്ക്ക് മുമ്പും ഞാൻ ഇതിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയായിരുന്നു. ഞാൻ ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോഴെല്ലാവരും ഇതെന്താണ് ഈ പദ്ധതി എന്നുള്ളത് പലർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോഴെല്ലാവരും പറയുന്നത് ആ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സർക്കാർ രൂപീകരിച്ച ഒരു പദ്ധതിയാണ് ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ബട്ട് ആക്ച്വലി ഈ സ്കീം എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ ഭ്രൂണഹത്യ തടയാൻ വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. അപ്പോൾ ഇത് 2015 ഈ പദ്ധതി രൂപീകരിക്കുന്നത്. ഇത് നമ്മുടെ രാജ്യത്ത് 5 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹിയിലുമാണ് ഇത് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. 2015 ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഈ സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഭ്രൂണഹത്യ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മോചനം എന്നുള്ള നിലയിൽ അത് അവസാനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തുടങ്ങിയൊരു പദ്ധതിയാണ് ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. 2015 ആരംഭിച്ച ഈ പദ്ധതി 2023 സർക്കാർ ഒരു പഠനം നടത്തി, ഒരു അവലോകനം നടത്തിയപ്പോൾ സർക്കാരിന് മനസ്സിലായത് ഈ 5 സംസ്ഥാനങ്ങളിൽ, ഈ പദ്ധതി നടപ്പിലാക്കിയ 5 സംസ്ഥാനങ്ങളിലും ഈ സെക്സ് റേഷ്യോ വീണ്ടും കുറയുകയാണ് ചെയ്തത്. വീണ്ടും കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രൂണഹത്യ അതുപോലെ തന്നെ നിലനിൽക്കുകയും അല്ലെങ്കിൽ അത് ഒരുപക്ഷെ കൂടുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് മാത്രമല്ല, ഈ പദ്ധതിക്ക് അനുവദിച്ച ഫണ്ട് അതിൽ 80% ഈ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ചിലവാക്കേണ്ടി വന്നത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ പദ്ധതി ജനങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. ഞാൻ സംസാരിച്ച ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ ഈ സ്കീമിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ വിജയം ഉണ്ടാവാണ്ട് പോയതിൻ്റെ ഒരു കാരണം അതാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാരണം, ഏത് സർക്കാരാണെങ്കിലും അതിന് സർക്കാരിന് ഒറ്റയ്ക്ക് നമ്മുടെ രാജ്യത്ത് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല. എല്ലാ പൗരന്മാരും അതിലൊരു പങ്കാളിയാവണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെക്കൊണ്ട് ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇതിൽ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിൽ ഈ പെൺകുട്ടികളുടെ ശാക്തീകരണം വിദ്യാഭ്യാസത്തിലൂടെ എന്നുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു മിഷൻ എടുത്തുകൊണ്ടാണ് ഞാൻ രാജ്യം മുഴുവൻ സഞ്ചരിച്ചത്, ആൾക്കാരായിട്ട് സമ്പാദിച്ചത്. ഇതാണ് ഈ സ്കീമിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ സാർ യാത്ര ചെയ്യുമ്പോൾ യാത്രയായിരുന്നോ ലക്ഷ്യമായിരുന്നോ ആദ്യം മനസ്സിലുണ്ടായിരുന്നത്? അതായത് ഈ പറഞ്ഞ ലക്ഷ്യമായിരുന്നോ യാത്രയായിരുന്നു? ശരിക്കും യാത്ര തന്നെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോളോ യാത്ര ചെയ്യുമ്പോൾ, സോളോ റൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ജനങ്ങളുമായിട്ട് കൂടുതൽ സമ്പാദിക്കാൻ ഇടവരുന്നത്. നമ്മൾ അവിടുത്തെ പ്രദേശവാസികളുമായിട്ട് സംസാരിക്കാനുള്ളൊരു സാഹചര്യം വരുന്നതൊക്കെ ഈ സോളോ യാത്രയിലാണ്. നമുക്കറിയാം, നമ്മളല്ലാണ്ട് നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ യാത്ര ചെയ്യാറുണ്ട്, കുടുംബത്തോടെ യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ ഈ യാത്രകളിലൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രദേശത്ത് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ പോകുന്നു, സന്തോഷിക്കുന്നു, അവിടുത്തെ കുറേ ഫോട്ടോസ് എടുക്കുന്നു, നമ്മൾ തിരിച്ചു വരുന്നു. ഈ സോളോ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ യാത്ര എൻജോയ് ചെയ്യുന്നുണ്ട്, സ്ഥലങ്ങൾ കാണുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. കൂടാണ്ട് നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് അവിടുത്തെ പ്രദേശവാസികളുമായിട്ട് സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ പ്രദേശവാസികളുമായിട്ട് ചെന്നിട്ട് സംസാരിക്കാൻ ഒരു കാരണം വേണം, വെറുതെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സാമൂഹ്യമായിട്ട് പ്രശ്നം നിൽക്കുന്ന ഒരു വിഷയം ആൾക്കാരുമായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ വിഷയം തിരഞ്ഞെടുക്കുന്നത്. സാറിന് യാത്രക്കിടയിൽ ഉണ്ടായ അനുഭവങ്ങൾ, അതായത് നല്ല അനുഭവങ്ങൾ, മോശം അനുഭവങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് വിവരിക്കുക. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ 666 ദിവസം യാത്ര ചെയ്തു. 666 ദിവസത്തെ അനുഭവമാണ് ഉള്ളത്. ഇപ്പം ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, എനിക്ക് ഈ 666 ദിവസം ഒരു പ്രാവശ്യം പോലും എനിക്ക് മോശം അനുഭവം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒരൊറ്റ മോശം അനുഭവം എനിക്ക് ഈ യാത്രയിൽ ഉണ്ടായിട്ടില്ല. നല്ല അനുഭവങ്ങൾ ഒരുപാടുണ്ട്. നമ്മളെ രാജ്യത്ത് നമ്മൾ എല്ലാവരും പറയുകയും ചെയ്യുന്ന ഒരു ഇതാണ് അതിഥി ദേവോ ഭവ. അപ്പോൾ
ഇത് ശരിക്കും നമ്മുടെ രാജ്യത്ത് അവർ പാലിക്കുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ അതിഥി ദേവോഭവ. ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ആൾക്കാർ എന്നെ അതേപോലെയാണ് ഒരു ഗസ്റ്റിനെ എങ്ങനെയാണോ അവർ നോക്കേണ്ടത് അതേപോലെ തന്നെ എന്നെ നോക്കിയിട്ടുണ്ട്. പലരും എന്നെ അവരുടെ വീടുകളിൽ വിളിച്ചു കൊണ്ടുപോയി ഭക്ഷണം തന്നിട്ടുണ്ട്, ഒരു പരിചയവുമില്ലാത്ത ആൾക്കാർ. ഏറ്റവും കൂടുതൽ അത് ബീഹാറിലാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ബീഹാറിൽ യാത്രയുടെ പറ്റി പറയുമ്പോഴത്തേക്കും ആൾക്കാർ എൻ്റെ അടുത്ത് പറയും ബീഹാറിൽ ഒരുപാട് കള്ളന്മാരാണ്, പോക്കറ്റടിക്കാരുണ്ട്, സൂക്ഷിക്കണം എന്നൊക്കെ പറയും. പക്ഷേ ബീഹാറിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത്, എനിക്ക് ആൾക്കാർ എന്നെ സ്നേഹിച്ചതും അല്ലെങ്കിൽ എന്നെ ട്രീറ്റ് ചെയ്തതും ബീഹാറിലാണ്. അതേപോലെ തന്നെയായിരുന്നു നാഗാലാൻഡിലും ഈ പറഞ്ഞ പോലെ ആൾക്കാർ അവർ പറഞ്ഞ നാഗാസ് എന്ന് പറയുന്നവർ അവർ ഹെഡ് ഹണ്ടേഴ്സാണ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് അവർ നമ്മുടെ തല കൊയ്തെടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യാത്ര ചെയ്യാത്ത അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളിൽ പോകാത്ത ആൾക്കാരാണ് ഇങ്ങനത്തെ കുറേ അഭിപ്രായങ്ങൾ പറയുന്നത്. അപ്പോൾ എൻ്റെയും വളരെ അടുത്തൊരു സുഹൃത്താണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്. അദ്ദേഹം ഒരിക്കൽ പോലും നാഗാലാൻഡ് പോയിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യയുടെ മാപ്പ് കാണിച്ച് നാഗാലാൻഡ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മാർക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ പറയുന്നത്. പക്ഷെ നാഗാലാൻഡിൽ എനിക്ക് വളരെ നല്ല അനുഭവമാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഒരു പരിചയമില്ലാത്ത ഒരു സ്ത്രീ, കുറച്ച് പ്രായമുള്ളൊരു സ്ത്രീ എന്നെ റോഡിൽ വെച്ച് പരിചയപ്പെടുകയും എൻ്റെ മോട്ടോർ സൈക്കിൾ കണ്ടിട്ട് എൻ്റെ മോട്ടോർ സൈക്കിളിലെ സ്റ്റിക്കേഴ്സൊക്കെ കണ്ടിട്ട് അവരെന്നെ പരിചയപ്പെടുകയും അവരെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി എന്നെ ഏകദേശം 12 ദിവസം ഞാൻ നാഗാലാൻഡിലുണ്ടായിരുന്നു. 12 ദിവസവും അവരുടെ വീട്ടിലാണ്. അവർ ഭക്ഷണം വെച്ച് തന്നു, അവർ അവിടെ കിടക്കാൻ ഉള്ള സൗകര്യം ചെയ്തു തന്നു. അപ്പോൾ പൊതുവെ ഇന്ത്യയിൽ പലയിടത്തും എനിക്ക് വളരെ നല്ല അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ. അപ്പം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ സാറിന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ ലൈവ്ലിഹുഡും തമ്മിൽ നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ഇവിടുത്തെ നമ്മുടെ നാട്ടിലുള്ള ഇതാണല്ലോ നമ്മൾ കണ്ടിട്ട് പോകുന്നത്. പുറത്ത് പോയിട്ട് നമ്മൾ പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് നമ്മൾ ഒരിക്കലും പോയിട്ടില്ല, അല്ലെ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ പോയിട്ടില്ല. അപ്പം അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ശരിക്കും നമ്മുടെ രാജ്യത്തെ പെൺകുട്ടികൾ നല്ല രീതിയിൽ അവർ കഷ്ടപ്പെടുന്ന ഏത് പ്രശ്നം എടുത്തു കഴിഞ്ഞാലും, നമ്മുടെ രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നം എടുത്താൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പെൺകുട്ടികൾ തന്നെയാണ്. ഇപ്പോൾ ഇന്നും നമ്മുടെ രാജ്യത്ത് ചൈൽഡ് മാരേജസ് നടക്കുന്നുണ്ട്. ഇന്നും നമ്മുടെ രാജ്യത്ത് ചൈൽഡ് പ്രോസ്റ്റിറ്റ്യൂഷനുണ്ട്, ചൈൽഡ് ലേബറുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പെൺകുട്ടികൾ തന്നെയാണ് ഈ ഏത് പ്രശ്നം എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു അവബോധം ആൾക്കാരുടെ മനസ്സിൽ. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും അറിയാം. പക്ഷേ എന്നെക്കൊണ്ട് എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ കുറച്ചെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിൽ ഞാൻ തൃപ്തനായിരിക്കും. സാർ, അപ്പോൾ കേരളവും മറ്റ് സംസ്ഥാനങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്തായിരിക്കും? നമ്മൾ പലരോടും ചോദിച്ചാൽ അവർ പലതായിട്ട് പറയും. സാറിന് ആദ്യമേ തന്നെ മനസ്സിലായ ഒരു പ്രധാന വ്യത്യാസം എന്തായിരിക്കും? അതെ ഞാൻ അതാ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ വളർന്ന് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്ത് നമ്മുടെ നാട് കാണുമ്പോൾ നമ്മുടെ നാടായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവണേ. ഇവിടെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഒരു പോരായ്മ, അല്ലെങ്കിൽ ഇത് ഇത്രയും പോരാ, ഇത് ഇത്രയും ഉള്ളോ എന്ന് നമ്മൾ ഒരുപാട് പരാതി പറയുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ നമ്മൾ പുറത്ത് നമ്മുടെ കേരളം വിട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴാണ് ശരിക്കും ആൾക്കാർ എന്തുമാത്രം കഷ്ടപ്പെടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ഞാൻ 1-2 അനുഭവങ്ങൾ ഞാൻ പറയണത്. ഒന്ന്, ഞാൻ ബീഹാറിലോ അല്ലെങ്കിൽ യു പിയിലും മധ്യപ്രദേശിലും ഞാൻ യാത്ര ചെയ്യുമ്പോൾ 80 രൂപ മുതൽ 130 രൂപ ദിവസ വേതനം ഇതിന് പണിയെടുക്കുന്ന ആൾക്കാരെ ഞാൻ ഒരുപാട് പേരെ കണ്ടു. അപ്പം ഞാൻ എനിക്കത് ആദ്യം മനസ്സിലായില്ല. 80 രൂപയ്ക്കാണ് ഒരാൾ ജോലി ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പക്ഷെ അത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ നാട്ടിൽ എന്തുമാത്രം സൗകര്യങ്ങളുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ ഈ പെൺകുട്ടികളുടെ നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോഴാണ് ബാലവിവാഹം വളരെ റാമ്പൻ്റായിട്ട് നമ്മുടെ രാജ്യത്തുണ്ട്. അതിൽ മറ്റൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, അതിൽ ഏതെങ്കിലും പ്രത്യേക ജാതിയിലോ അല്ലെങ്കിൽ പ്രത്യേക മതത്തിലോ അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തിലോ പെട്ടവരല്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഇടയിലും ഈ പറഞ്ഞ ചൈൽഡ് മാരേജസ് നടക്കുന്നുണ്ട്. അത് ഞാൻ വിചാരിച്ചിരുന്ന ഇത് ഗ്രാമങ്ങളിൽ മാത്രം അല്ല. ഞാൻ പോയപ്പോൾ സിറ്റി പ്രദേശങ്ങളിൽ ബാലവിവാഹം നടക്കുന്നത് കണ്ടിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പാവപ്പെട്ടവരുടെ ഇടയിലാണ് ഇത് നടക്കുന്നത്. അല്ല, പണക്കാരുടെ ഇടയിലും അതുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് വിദ്യാഭ്യാസം ഇല്ലാത്തവരുടെ ഇടയിലാണ്. അങ്ങനെയല്ല, വിദ്യാഭ്യാസം ഉള്ളവരുടെ ഇടയിലും ഈ പറഞ്ഞ ഒരു പ്രതിഭാസം മറ്റ് സംസ്ഥാനങ്ങളിൽ അത് വളരെ
പേടിപ്പെടുത്തുന്ന രീതിയിൽ അത് നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കമ്പയർ ചെയ്യാനായിട്ട് കേരളത്തിനെ നമുക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രദേശമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് ഈ യാത്ര കഴിഞ്ഞപ്പോൾ. ഞാൻ യാത്രയിൽ തിരിച്ച് വരുമ്പോഴും ഞാൻ കേരളത്തിലൂടെ ഞാൻ യാത്ര ചെയ്തു. ഞാൻ വയനാട് വഴി കയറി കേരളത്തിലെ 12 ജില്ലകളിൽ ഞാൻ സഞ്ചരിച്ചു. 12 ജില്ലകളിൽ ഞാൻ പല സ്കൂളുകളിലും പോയായിരുന്നു. അപ്പോഴും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മുടെ കുട്ടികളെല്ലാം എന്തുമാത്രം സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് വളരുന്നത്. അവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, മറ്റ് സ്കൂളുകളിലൊന്നും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാനുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളത്. അതേപോലെ സൗകര്യങ്ങൾ നോക്കുമ്പോഴും നമുക്ക് എല്ലാ ക്ലാസ്സുകളും സ്മാർട്ട് ക്ലാസ് ആയി. പല സ്കൂളുകളിലും ഈ പറഞ്ഞ സ്മാർട്ട് ക്ലാസ്സിനെ പറ്റി കേട്ടിട്ടില്ല. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ബീഹാറിൽ ഞാൻ ചെല്ലുമ്പോഴും മറ്റൊരു കാര്യം ഞാൻ കണ്ടത്, ഈ ബോർഡ് എക്സാം എഴുതുന്ന സമയത്ത് ടീച്ചറുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ടീച്ചർ അതിൻ്റെ ഉത്തരങ്ങൾ ബോർഡിലേക്ക് എഴുതുകയും അത് കോപ്പി അടിച്ച് ആ ബോർഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കോപ്പി അടിച്ച് ആൻസർ പേപ്പറിൽ എഴുതുന്നത് വളരെ ഒരുപാട് രീതിയിൽ ഞാൻ കണ്ടതാണ്. അതൊക്കെ ഇപ്പോഴും നടക്കുന്നു എന്നുള്ളത് വളരെ പേടിപ്പെടുത്തുന്നൊരു കാര്യമാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മുടെ നാട് ഒരുപാട് മെച്ചപ്പെട്ട രീതിയിൽ, നമ്മുടെ സൗകര്യങ്ങൾ ഒരുപാട് മെച്ചപ്പെട്ട രീതിയിലാണുള്ളത്.